ദിലീപ് കേസിലെ ഇമ്പോർട്ടൻ്റ് ആയ സാക്ഷി ബാലചന്ദ്രകുമാർ അന്തരിച്ചു. ചെങ്ങന്നൂരാണ് അദ്ദേഹം ഇന്നലെ മരിച്ചത്. അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് കാഞ്ഞിരംകുളത്താണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഡെഡ് ബോഡി ഇന്ന് കൊണ്ടുവന്നു. അതിൻ്റെ ക്രീമേഷൻ തിരുവനന്തപുരത്താണ് നടക്കുന്നത്. ബാലേന്ദ്രകുമാർ നേരത്തെ 1-2 സിനിമ നിർമ്മിച്ചിട്ടുണ്ട്, 1-2 പടം സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ദിലീപിൻ്റെ ഏറ്റവും അടുത്ത ഒരാളായിരുന്നു. ഈ ദിലീപിൻ്റെ കേസിനകത്ത്, ദിലീപ് പ്രതിയായിട്ടുള്ള കേസിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് സാക്ഷിയാണ് ബാലേന്ദ്രകുമാർ. അദ്ദേഹത്തിൻ്റെ മൊഴി കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവശനിലയിൽ കിടക്കുന്ന ഡയാലിസിസ് ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തിനെ പ്രതിഭാം വക്കീൽ വന്ന് ക്രോസ് ചെയ്തൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും അദ്ദേഹം മരണം മുന്നിൽ കണ്ടെങ്കിലും അദ്ദേഹം തൻ്റെ സത്യത്തോട് കൂറുപുലർത്തി ആ സത്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കേസിൻ്റെ നാൾവഴി നോക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ ആ ദിലീപിൻ്റെ കൈവശം നിന്ന് പോലീസ് കണ്ടെടുക്കാൻ സാധിച്ചില്ല. എങ്കിലും ദിലീപിൻ്റെ കൈവശം അത് ഉണ്ട്. അവിടെ സ്ക്രീനിലിട്ട് കണ്ട സമയത്ത് താനും ഉണ്ടായിരുന്നു. താൻ ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, അതുകൊണ്ട് തനിക്കും അത് കാണാൻ പറ്റി എന്നുള്ള വിവരം, എന്നുള്ള സത്യം ബാലേന്ദ്രകുമാർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. അതനുസരിച്ച് ചില റെയ്ഡുകളൊക്കെ അവിടെ നടത്തിയെങ്കിലും ആ ദൃശ്യങ്ങളൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ മെമ്മറി കാർഡിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് കോടതിയിൽ ഇരിക്കുന്നത്. ഈ മെമ്മറി കാർഡ് 3 പ്രാവശ്യം ആരോ ആക്സസ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്തെന്നും അതിൻ്റെ ആഷ് വാല്യൂവിന് വ്യത്യാസം വന്നു എന്നൊക്കെ വാർത്തകൾ നമ്മൾ കണ്ടു. ഏതായാലും ആദ്യമായിട്ട് ഈ കേസിൻ്റെ കുറ്റച്ചാർജ് കൊടുത്തതിൻ്റെ കൂടെ ഒറിജിനൽ മെമ്മറി കാർഡ് അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കൊടുത്തിരിക്കുന്നു. 9/1/2018 അത് കൊടുത്തത്. അവിടുത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണുകയോ ആ ദൃശ്യത്തിൽ ഒരു അക്സസ് ഉണ്ടാക്കുകയോ ചെയ്തതായിട്ട് ഫോറൻസിക് സയൻസ് ലാബറട്ടറിയിലെ പരിശോധനയും മനസ്സിലായി. അതിനുശേഷം അതേ വർഷം തന്നെ 11/12/2018 പ്രിൻസിപ്പൽ ജില്ലാ സെഷൻ ജഡ്ജി എറണാകുളത്ത് ആ ഓഫീസിൽ വെച്ചും തൊണ്ടി സാധനങ്ങൾ ആരോ അവിടെ ആക്സസ് ചെയ്തിരിക്കുന്നു, കണ്ടിരിക്കുന്നു. അതിൻ്റെ ആഷ് വാല്യൂയിൽ വ്യത്യാസപ്പെടുത്തിയോ നമുക്കറിയില്ല. അതിന് ഏതായാലും കോടതി അല്ലാതെ ആരോ അത് ഹാമ്പർ ചെയ്തു എന്നാണ് വാർത്തകൾ വന്നത്. അതിൻ്റെ തെളിവ് വരികയും ചെയ്തു. അതുപോലെ തന്നെ ട്രയൽ കോടതിയിലെ 29/1/2021 ട്രയൽ കോടതിയിലും ഇതാരോ ആക്സസ് ചെയ്തു എന്ന് എവിഡൻസ് വന്നിരിക്കുന്നു. ഈ ആക്സസ് ചെയ്ത ഈ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ വീട്ടിലെ ഡിജിറ്റൽ സ്ക്രീനിൽ ഇട്ടു കണ്ടു ദിലീപ്. ആ സമയത്ത് താനും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വൈറ്റലായ മൊഴിയാണ് കോടതിയിലെ ബാലേന്ദ്രകുമാർ കൊടുത്തത്. ആ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എവിഡൻസ് ആണത്. കാരണം താനല്ല ഈ കുറ്റം ചെയ്തത്, അത് പൾസർ സുനിയാണ്, തനിക്ക് അതിനകത്ത് റോളില്ല എന്ന വാദഗതിയാണ് ദിലീപ് കോടതിയിൽ ഉയർത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ ദൃശ്യം എന്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു, എങ്ങനെ വന്നു, അതിന് അതുമായിട്ടുള്ള ബന്ധം എന്ത്? മറ്റുള്ള ആരുടെയും സിനിമാ നടന്മാരുടെ വീട്ടിൽ ഇതിൻ്റെ ദൃശ്യം ലഭ്യമായില്ല. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. കാരണം ഇതിനകത്ത് അദ്ദേഹത്തിനെ പ്രതിസ്ഥാനത്ത് ചേർത്തു, 8ാം പ്രതിയായിട്ട് വന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ 88 ദിവസത്തോളം റിമാൻഡ് ചെയ്തു. പിന്നീട് അദ്ദേഹം ജാമ്യത്തിൽ വന്നു. പൾസർ സുനി ഏകദേശം 6-7 വർഷം ജുഡീഷ്യൽ കസ്റ്റഡി കിടന്നുകൊണ്ട്, റിമാൻഡ് പീരീഡിൽ കിടന്നുകൊണ്ട് തന്നെ വർഷങ്ങൾ തള്ളി നീക്കി. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്തു. ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ബാലേന്ദ്രകുമാറിൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതായാലും കഴിഞ്ഞ ദിവസം വീണ്ടും ബാലേന്ദ്രകുമാറിൻ്റെ ആ അസുഖം ബാധിച്ചതിനെ വെച്ച് ചാനലിലൊക്കെ വരികയും അദ്ദേഹം പല സന്ദർഭത്തിൽ എന്നോടൊപ്പം ചാനലിൽ അദ്ദേഹത്തിൻ്റെ സത്യം വെളിപ്പെടുത്തുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും വളരെയധികം വിമർശനം അദ്ദേഹം ഇക്കാര്യത്തിൽ കേട്ടു. അദ്ദേഹത്തിന് എതിരായിട്ട് ഒരു വിഭാഗം ആൾക്കാർ വളരെ മോശമായ പ്രതികരണം ചാനലിൽ കൂടെയും അതുപോലെ യൂട്യൂബിൽ കൂടെയൊക്കെ നടത്തിയിട്ടുണ്ട്. എങ്കിലും ബാലേന്ദ്രകുമാറിനെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. ആ മനുഷ്യൻ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ഈ കേസിനെ സംബന്ധിക്കുന്ന
ഇനിയുള്ള കേസിന്റെ നടപടിക്രമം അത് ഇൻ ക്യാമറ വേണ്ട, ഓപ്പൺ കോടതിയിൽ വേണം എന്ന് അതിജീവിത കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ കാരണം ഈ കേസിന്റെ തുടക്കത്തിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പത്രക്കാരും അതുപോലെയുള്ള കൂടുതൽ അഡ്വക്കേറ്റ്സുകളും അത് കേൾക്കാൻ, അവരുടെ മൊഴി കേൾക്കാൻ താല്പര്യത്തോടെ കോടതി പരിസരത്ത് വന്നതൊക്കെ നമുക്ക് കണ്ട അത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണം എന്ന് അതിജീവിത പറഞ്ഞ അനുസരിച്ച് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയി. തുടർന്നുള്ള എല്ലാ നടപടിക്രമങ്ങളും സാക്ഷികളുടെ വിസ്താരങ്ങളും എല്ലാം അത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയി തന്നെ മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ അതിജീവിത പറയുന്നത് ഇനി ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണ്ട, അത് ഓപ്പൺ കോടതിയിൽ പറയണം. കാരണം പൊതുജനങ്ങൾ ഇത് കേൾക്കട്ടെ, എന്താണ് വാദിഭാഗത്തെ തെളിവുകൾ, വാദിഭാഗത്തിന്റെ വാദഗതി എന്താണ്, പ്രതിഭാഗം അത് എങ്ങനെ കൗണ്ടർ ചെയ്യുന്നു, അവരുടെ വാദഗതി എന്താണ്, സത്യവും നീതി എവിടെ നിൽക്കുന്നു എന്ന് ജനങ്ങൾ അത് അസസ് ചെയ്യട്ടെ എന്നുള്ള സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കേസിന്റെ വാദഗതി അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ഇനി ഓപ്പൺ കോടതി വേണമെന്ന് അതിജീവിത പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് കോടതി നടപടി മുന്നോട്ട് പോകുന്നത് എന്ന് അറിയില്ല, അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. എന്തായാലും തനിക്ക് നീതി കിട്ടാൻ സാധ്യത കുറവാണ് എന്ന് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല, അതിജീവിത ഇന്ത്യൻ പ്രസിഡന്റിന് അപേക്ഷ കൊടുത്തിരിക്കുന്നു. കാരണം അത് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. തനിക്ക് നീതി ലഭിച്ചിട്ടില്ല, സെഷൻസ് കോടതിയോ അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ എന്നുള്ള ഒരു ധ്വനിയോടുകൂടെ തന്നെ ഉദ്ദേശിച്ചായിരിക്കണം ഇന്ത്യൻ പ്രസിഡന്റ് അവർ പരാതി കൊടുത്തിരിക്കുന്നത്, തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന്. തനിക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിക്കാൻ സാധ്യത കുറവായതുകൊണ്ടായിരിക്കാം അവർ ഓപ്പൺ കോടതിയിൽ ഇനി ഈ വാദഗതി നടക്കണം എന്ന് കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പൊതുജനങ്ങൾ മനസ്സിലാകട്ടെ, എന്താണ് അവിടെ ഇത്ര ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിട്ട് നടന്നത്, എത്ര സാക്ഷികളെ വിസ്തരിച്ചു, എത്ര സാക്ഷികൾ അതേപ്പറ്റി സപ്പോർട്ട് ചെയ്തു, എത്ര സാക്ഷികൾ ഹോസ്റ്റൈലായി, വാദഗതികൾ എന്തൊക്കെയാണ്, ശാസ്ത്രീയമായ തെളിവുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്, പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു ട്രയലാണിത്. അതുകൊണ്ട് ഇനിയുള്ള വാദഗതികൾ അത് ഓപ്പൺ കോടതി വേണം എന്നാണ് ആ ഒരു കേസിനെ സംബന്ധിക്കുന്ന അവസാന തീരുമാനം ഉണ്ടാകേണ്ടത് എന്ന് അതിജീവിത പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ നമുക്ക് ഓപ്പൺ കോടതിയിലെ വാദിഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദഗതികൾ കേൾക്കാം എന്ന് ഞാൻ കരുതുന്നു.